ഹായ് ഹലോ അസ്സാം വലൈക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ബോട്ടിൽ ആർട്ടായിട്ടാണ്. വളരെ സിമ്പിളാണ്. അത് മാത്രമല്ല പെയിൻറ് ചെയ്യാൻ അറിയാത്തവർക്ക് പോലും ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ബോട്ടിൽ ആർട്ടാണ്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കണേ. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. അത് നമ്മുടെ കയ്യിലുള്ള ഗ്ലാസ് ബോട്ടിലോ പ്ലാസ്റ്റിക് ബോട്ടിലോ ഏത് വേണമെങ്കിലും എടുക്കാം. ഇനി നമുക്ക് വേണ്ടത് 2 കളർ പെയിൻ്റ് ആണ്. അപ്പോൾ ഞാനിത് 2 കളർ പെയിൻറ് എടുത്തിട്ടുണ്ട്, ബ്ലൂവും വൈറ്റും. ഇനി നമുക്കിതൊന്ന് ബോട്ടിൽ വെച്ചിട്ട് ചുറ്റിച്ചെടുക്കാം കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് എടുക്കുന്നത് ബ്ലൂ കളർ പെയിൻ്റ് ആണ്. ഈ ബ്ലൂ കളർ പെയിൻറ് ഞാൻ ആദ്യം ഒന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല കട്ടിയുള്ള പെയിൻ്റ് ആയിരുന്നേ, അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട്. ചില പെയിൻറ് നമുക്ക് വാങ്ങിക്കുമ്പോൾ നല്ല കട്ടി ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഈ പെയിൻറ്റും അതേപോലെ നല്ല കട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ചൊന്ന് വെള്ളം ഒഴിച്ച് ലൂസാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാ പെയിൻറ്റിനൊന്ന് ബോട്ടിൽ ഒഴിച്ചിട്ട് ചുറ്റിച്ചെടുക്കാം കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഈ ബോട്ടിലായിട്ട് ചെയ്യാൻ പെയിൻറ്റ് ബ്രഷിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഇതാ കണ്ടില്ലേ, ഇതേപോലെ ചുറ്റിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് പെയിൻറ്റ് ബോട്ടിൽ ഒഴിക്കുക, ചുറ്റിച്ചെടുക്കുക, അത്രയേ ഉള്ളൂ. പിന്നെ പെയിൻറ്റ് ഒഴിച്ചെടുക്കുമ്പോൾ ഫുള്ളായിട്ട് പെയിൻറ്റ് ആദ്യം തന്നെ ഒഴിക്കരുത്, കുറേശ്ശെ പെയിൻറ്റ് ഒഴിച്ചിട്ട് ചുറ്റിച്ചെടുത്താൽ മതിയേ. ഇങ്ങനെ ചുറ്റിച്ചെടുത്താൽ ഏതെങ്കിലും ഭാഗത്തൊക്കെ പെയിൻറ്റ് ആവാതെ വരും കേട്ടോ. അപ്പോൾ നമുക്കതൊന്ന് കയ്യിൽ വെച്ചിട്ട് ബോട്ടിലൊന്ന് തട്ടിക്കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഇത്രത്തോളം ചുറ്റിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ചുറ്റിച്ചെടുക്കുക. അപ്പോൾ എല്ലാവർക്കും അറിയില്ലേ, കുറച്ച് പെയിൻറ്റ് ബോട്ടിലിൽ ഒഴിക്കുക, എന്നിട്ട് ഇത് ചുറ്റിച്ചെടുക്കുക. ഈസി അല്ലേ ചെയ്യാൻ. പിന്നെ ആണെങ്കിൽ നല്ല ഫിനിഷിങ് ലുക്കും കിട്ടും കേട്ടോ. പിന്നെ ഈ പെയിൻറ്റ് ഇങ്ങനെ ഒഴിച്ചെടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. എനിക്കൊരു മിസ്റ്റേക്ക് വന്നേ. എന്താണെന്ന് വെച്ചാൽ ഇതാ കണ്ടില്ലേ, ഈ ബോട്ടിലിൻ്റെ ഈ സൈഡിലൊക്കെ ഇങ്ങനെ പെയിൻ്റ് ആയിട്ടുണ്ട് കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ ഞാനിങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ സൈഡിൽ കൂടെ തട്ടിയും കൊണ്ടാണ് കേട്ടോ, ബോട്ടിലിൻ്റെ സൈഡിൽ കൂടെ തട്ടിയും കൊണ്ടാണ് ഒഴിച്ചു കൊടുത്തത്. അത് നേരെ താഴേക്ക് വരുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. 2 കളർ ഏടെ ഉണ്ടെങ്കിൽ മാത്രം അങ്ങനെ ചെയ്താൽ മതി. ഈ ബോട്ടിലിൽ ഒറ്റ കളർ മാത്രമേ എടുക്കുന്നുള്ളതെങ്കിൽ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ വേറെ കളറല്ലേ കൊടുക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ സൈഡ് തട്ടാതെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. 2 കളർ എടുക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ എനിക്ക് വന്ന മിസ്റ്റേക്ക് നിങ്ങൾക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. അപ്പം ഇനി നമുക്ക് അടുത്ത കളറും കൂടി ഇതേപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ അടുത്ത കളർ ലൈറ്റ് ബ്ലൂ ആണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ ഈ വൈറ്റ് പെയിൻറ്റിലേക്ക് കുറച്ച് ബ്ലൂ ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ തന്നെ ബോട്ടിലേക്ക് ഒഴിക്കുക, ചുറ്റിച്ചെടുക്കുക. അപ്പോൾ ബോട്ടിൽ ഒഴിക്കുമ്പോൾ ഈ ചെയ്ത ഭാഗങ്ങളിൽ താഴെ ഭാഗങ്ങളിലേക്ക് വേണ്ട കേട്ടോ, താഴെ ഭാഗങ്ങളിലേക്ക് ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ. നമുക്ക് എവിടെ മുതലാണോ ചെയ്യുന്നത് അതുവരെ ഇങ്ങനെ ഒഴിക്കുക, ചുറ്റിച്ചെടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാ നമ്മുടെ ബോട്ടിൽ ഫുള്ളായിട്ട് ചുറ്റിച്ചെടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. 2 കളറും കൂടി ആയിട്ട് വരുമ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. അപ്പോൾ ഞാൻ ഫസ്റ്റ് പറഞ്ഞില്ലേ എനിക്കൊരു മിസ്റ്റേക്ക് വന്നെന്നുള്ളത്. ബോട്ടിലിൻ്റെ സൈഡിൽ കൂടി ആദ്യത്തെ ആ പെയിൻറ്റ് കാണുന്നത് കണ്ടില്ലേ, അതാണ് പറഞ്ഞത്. ബോട്ടിലിൻ്റെ ആദ്യം ഒഴിക്കുന്ന പെയിൻറ്റ് ബോട്ടിലിൻ്റെ താഴേക്ക് ഒഴിക്കുക, അപ്പോൾ ഇങ്ങനെ വരില്ല കേട്ടോ. അപ്പോൾ അതാണ് ഈ ഭാഗങ്ങളിലൊക്കെ ആ ബ്ലൂ കാണുന്നത്. ബാക്കി ഭാഗത്തൊക്കെ ഞാൻ ടിഷ്യൂ വെച്ചിട്ടൊന്ന് തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ബോട്ടിൽ പെയിൻ്റൊക്കെ കൊടുത്ത് ബോട്ടിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്രിസ്മസ് ബോട്ടിൽ ആർട്ടല്ലേ വേണ്ടത്. അപ്പോൾ അതിനായിട്ട് കുറച്ച് പിക്ചേഴ്സൊക്കെ പ്രിൻ്റ് എടുത്തിട്ടുണ്ട്. സാൻഡൻ്റെ പിക്ചേഴ്സ് എടുത്തിട്ടുണ്ട്, അതേപോലെ ട്രീ എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് സ്റ്റാർസ് ബോൾസ് അങ്ങനെയൊക്കെയുള്ള പിക്ചേഴ്സൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സാധാ A4 ഷീറ്റിൽ തന്നെ പ്രിൻ്റ് എടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് ഈ ബോട്ടിലിൽ ഒട്ടിച്ചെടുക്കാം കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ഈ വൈറ്റ് ഭാഗങ്ങളൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ കട്ട് ചെയ്ത് മാറ്റാൻ കത്രിക ഉപയോഗിക്കൊന്നും വേണ്ട കേട്ടോ, കൈ വെച്ചിട്ട് തന്നെ ഒന്ന് മുറിച്ച് കളഞ്ഞാൽ മതി. ഈ വൈറ്റ് ഭാഗങ്ങളിലൊക്കെ ഒന്ന് നമുക്കത് മുറിച്ച് മാറ്റാം, കൈ വെച്ചിട്ട് തന്നെ മാറ്റിയാൽ മതി. കത്രികേൻ്റെ ആവശ്യമില്ല കേട്ടോ, കത്രിക വെച്ചിട്ട് വേണ്ട, കൈ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാ പിക്ചേഴ്സും ഇതേപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ ഒന്ന് ബോട്ടിൽ ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ബോട്ടിൽ ഒട്ടിച്ചെടുക്കാനായിട്ട് വൈറ്റ് ഗ്ലൂ ആട്ടോ എടുത്തത്. A4 ഷീറ്റിലല്ലേ നമ്മൾ പ്രിൻ്റ് എടുത്തത്, അപ്പോൾ വൈറ്റ് ഗ്ലൂ മതി കേട്ടോ. അപ്പോൾ വൈറ്റ് ഗ്ലൂവിൽ നമുക്ക് ഈ ബോട്ടിലിൻ്റെ ഏത് ഭാഗത്താണ് നമുക്ക് ഒട്ടിച്ചെടുക്കേണ്ടത് അവിടെ വൈറ്റ് ഗ്ലൂ അപ്ലൈ ചെയ്യുക. അതിനുശേഷം നമുക്ക് ഒട്ടിച്ചെടുക്കുക. ഇനി നമുക്ക് പിക്ചർ നേരെ വെക്കണമെങ്കിൽ നേരെ വെക്കുക, അല്ലെങ്കിൽ ചെരിച്ച് വെക്കണമെങ്കിൽ ചെരിച്ച് വെക്കുക. അതൊക്കെ നമ്മുടെ ഐഡിയക്ക് അനുസരിച്ച് ചെയ്തെടുക്കാം കേട്ടോ.
അപ്പോൾ അതാ നമ്മൾ സാൻഡനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒട്ടിക്കുമ്പോൾ ഗ്ലൂ അധികം ആവാതെ കുറേശ്ശെ ഗ്ലൂ എടുത്ത് ഒട്ടിച്ചാൽ മതി. എൻ്റെ ഇപ്പോൾ കുറച്ച് അധികമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ടിഷ്യൂ വെച്ചിട്ട് ഞാൻ അതൊക്കെ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി അതേപോലെ ബാക്കിയുള്ള പിക്ചേഴ്സും കൂടി നമുക്ക് ഒട്ടിച്ചെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഈ പിക്ചേഴ്സൊക്കെ ഈ ബോട്ടിൽ തന്നെ ഒട്ടിച്ചെടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് 2 ബോട്ടിലായിട്ട് വേണമെങ്കിൽ ചെയ്യാം. നിങ്ങൾക്ക് എത്ര പിക്ചേഴ്സാണ് ഒരു ബോട്ടിൽ വേണ്ടത് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. പിന്നെ ഈ സൈസ് കുറച്ച് വലിയ സൈസ് വേണമെങ്കിൽ പ്രിൻ്റ് എടുക്കുമ്പോൾ വലിയ സൈസാക്കി എടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ ചെറിയ സൈസിലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഈ സ്റ്റാർസ് ബോൾസൊക്കെ ഉണ്ടല്ലോ, അതും ഇതേപോലെ തന്നെ ഒട്ടിച്ചെടുക്കുക കേട്ടോ ചെയ്യുന്നത്. അതിന് ഞാൻ കുറേ പീസുകളാക്കി വെച്ചിട്ടുണ്ട്. അത് ഇതിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് ഇതേപോലെ ഒട്ടിച്ചെടുക്കുക കേട്ടോ ചെയ്യുന്നത്. ഇനി നമുക്ക് വേണമെങ്കിൽ സ്റ്റോൺസ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ സാൻഡിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ നമുക്ക് ഒട്ടിച്ചെടുക്കാം കേട്ടോ. ഞാനതൊന്നും ചെയ്യുന്നില്ല, അതൊക്കെ നമുക്ക് ചെയ്യാം. നമുക്കതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ കയ്യിലുള്ളത് വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ സ്റ്റാർസ് ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്കൊരു പേപ്പറിൽ കട്ട് ചെയ്തിട്ട് അങ്ങനെയും ചെയ്ത് ഇതേപോലെ ഒട്ടിച്ചെടുക്കാം. പിന്നെ നമ്മൾ ഇതേപോലെ പ്രിൻ്റ് എടുക്കാനൊന്നും പറ്റിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ ന്യൂസ് പേപ്പർ വരുമ്പോൾ അതിലൊക്കെ ഈ സാധനത്തിൻ്റെ പിക്ചേഴ്സൊക്കെ വരുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള പേപ്പേഴ്സിന് കിട്ടുകയാണെങ്കിൽ അത് ഇതേപോലെ ബോട്ടിൽ ഇതേപോലെ ചെയ്തിട്ട് ഇങ്ങനെ ഒട്ടിച്ചെടുത്താൽ മതി കേട്ടോ. സാൻഡിൻ്റെ പിക്ചേഴ്സൊക്കെ സ്റ്റിക്കർ ടൈപ്പ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ പ്രിൻ്റ് എടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അത് വാങ്ങിച്ചിട്ട് ബോട്ടിൽ ഇതേപോലെ ചെയ്തിട്ട് അത് വാങ്ങിച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ സ്റ്റിക്കർ ടൈപ്പ് കിട്ടുകയാണെങ്കിൽ പിന്നെ ഗ്ലൂവിൻ്റെ ആവശ്യമില്ല, അത് ഒട്ടിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ ബോട്ടിൽ ഇവിടെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. പിക്ചേഴ്സൊക്കെ ഒട്ടിച്ച് നല്ല അടിപൊളി ലുക്കായിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകൾ ഭാഗത്ത് കുറച്ച് റെഡ് കളറും കൂടി വേണം കേട്ടോ. അപ്പോൾ റെഡ് കളർ വേണമെങ്കിൽ ഇതേപോലെ തന്നെ പെയിൻറ്റ് കൊടുക്കാമെന്നായിരുന്നു ഞാൻ ആദ്യം വിചാരിച്ചത്. പെയിൻറ്റ് ഇതേപോലെ തന്നെ ചെയ്യാമെന്നായിരുന്നു വിചാരിച്ചത്. ഇപ്പോൾ പിന്നെ അത് മാറ്റി വൂളൻ ത്രെഡ് ചുറ്റിക്കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പെയിൻറ്റ് തന്നെ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ വൂളൻ ത്രെഡ് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ വൂളൻ ത്രെഡും കൂടി ചുറ്റിയിട്ട് കാണിക്കാം കേട്ടോ. ഇതാ കണ്ടില്ലേ, വൂളൻ ത്രെഡ് കൂടി വന്നപ്പോൾ അടിപൊളി ലുക്കായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂലേ. ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട് വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്തെടുക്കാമെന്ന്, കുട്ടികൾക്ക് പോലും ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഫ്രണ്ട്സ് റിലേറ്റീവ്സൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഉണ്ടല്ലോ, അതും കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ പുതുതായി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് തന്നെ കിട്ടും. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും മേരി ക്രിസ്മസ്. ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ, അസ്സലാമു അലൈക്കും.